ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ ദശാബ്ദങ്ങളായി തുടരുന്ന അമേരിക്കൻ ഏകപക്ഷീയതയ്ക്കും സായുധ മേധാവിത്വത്തിനുമെതിരെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു നിശബ്ദ വിപ്ലവം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. വാഷിംഗ്ടണിന്റെ രാഷ്ട്രീയ ശാഠ്യങ്ങൾക്കും സാമ്പത്തിക താൽപര്യങ്ങൾക്കും അനുസൃതമായി ലോകക്രമത്തെ വളച്ചൊടിക്കുന്ന അമേരിക്കൻ സർവാധിപത്യത്തിൽ നിന്ന് മോചനം നേടുക എന്നത് ഇന്ന് റഷ്യ ഉൾപ്പെടെയുള്ള പ്രബല ശക്തികളുടെ പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് മാറിയിരിക്കുന്നു. ഈ പടനീക്കത്തിന്റെ ആദ്യ പ്രഹരമേൽക്കാൻ പോകുന്നത് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ നട്ടെല്ലായ ഡോളറിനായിരിക്കും എന്ന തിരിച്ചറിവ് ലോകമെമ്പാടും പടരുന്നു. അമേരിക്ക തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളെ അടിച്ചമർത്താൻ ഡോളറിനെ ഒരു പരോക്ഷ യുദ്ധോപകരണമായി ഉപയോഗിക്കുന്ന രീതിക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് റഷ്യയും ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള ഏഷ്യൻ യൂറേഷ്യൻ ശക്തികൾ പുതിയൊരു സാമ്പത്തിക പരമാധികാരത്തിന് അടിത്തറ പാകിക്കഴിഞ്ഞു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ആദ്യ വിളംബരം അവരുടെ നാണയത്തിന്റെ തകർച്ചയിലൂടെ ആയിരിക്കുമെന്ന വസ്തുതയാണ് ഇന്ന് സമകാലിക ലോക സാഹചര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. റഷ്യ പോലുള്ള രാജ്യങ്ങൾ ഡോളറിന്റെ അപ്രമാദിത്വം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ നിലനിൽക്കുന്ന ഒരു യൂണിപോളാർ ലോകക്രമം മാറി ഒരു മൾട്ടി പോളാർ ലോകക്രമം, അതായത് ഒന്നിലധികം രാജ്യങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു ലോകക്രമമായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതിൽ തന്നെ ഇന്ത്യ പോലുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഇപ്പോൾ തന്നെ ഗ്ലോബൽ സൗത്തിന്റെ നായക സ്ഥാനത്തേക്ക് ഇന്ത്യ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രാജ്യം ജിയോ പൊളിറ്റിക്കലായും സാമ്പത്തികമായും മുന്നേറുമ്പോൾ അതിന്റെ ഒപ്പം നമുക്കും സാമ്പത്തികമായി മുന്നേറാനുള്ള പല അവസരങ്ങളും ഉണ്ടാകാറുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്ത ബ്രാൻഡായ ടാറ്റയോടൊപ്പം നമ്മുടെ പണം വളർത്താൻ ഒരു അവസരം വന്നിട്ടുണ്ട്. ടാറ്റയ്ക്ക് കീഴിലുള്ള ടാറ്റ എ ലൈഫിന്റെ മൾട്ടി ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന NFO ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ ഈ വരുന്ന ഡിസംബർ 31-ാം തീയതി വരെ മാത്രമേ ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുള്ളൂ. ഇതേക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ NAV 10 രൂപയാണ് വരുന്നത്. നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ തുകയും ഈ NFOയിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇവിടെ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയി നിക്ഷേപിക്കുകയാണ് എങ്കിൽ നിക്ഷേപിച്ച പണത്തിന് 100% ഗ്യാരണ്ടി ലഭിക്കുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ നിക്ഷേപിക്കുന്ന പണം മാർക്കറ്റ് ഉയരുമ്പോൾ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മാർക്കറ്റ് വീക്ക് ആകുമ്പോൾ റിസ്ക് കുറയ്ക്കുവാനായി ലാർജ് ക്യാപ്പിലും ഡെപ്റ്റിലും നിക്ഷേപിക്കുന്നു. അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവറും ലഭിക്കും. വർഷം തോറും 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതിയും ഉണ്ടാകില്ല. ടാറ്റ എ ലൈഫ് തന്നെ 2022 പുറത്തിറക്കിയ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഇതുവരേക്കും 26.2% CAGR റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതുപോലെ 2015 പുറത്തിറക്കിയ മൾട്ടി ക്യാപ് ഫണ്ട് കഴിഞ്ഞ 5-7 വർഷങ്ങളിൽ 29%, 23.3% CAGR റിട്ടേൺ നൽകിയിട്ടുണ്ട്. അപ്പം മുൻകാലങ്ങളിൽ ടാറ്റ എ ലൈഫ് പുറത്തിറക്കിയ ഫണ്ടുകൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ 2 കോടിയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. മറക്കേണ്ട, നമ്മുടെ ഈ NFOയുടെ അവസാന തീയതി ഈ വരുന്ന ഡിസംബർ 31 വരെയാണ്. അതായത് ഇനി 8 ദിവസം കൂടി മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിക്ഷേപിക്കുവാനും കഴിയും. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും ലഭിക്കും. വേണമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ നേരിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. തിരികെ വരികയാണെങ്കിൽ, ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ദശകങ്ങളായി തുടർന്നു പോരുന്ന US ഡോളറിന്റെ അപ്രമാദിത്വം ചരിത്രപരമായ ഒരു തകർച്ചയെ അഭിമുഖീകരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇന്ന് പുറത്തു വരുന്നത്. ഡോളറിന്റെ സർവാധിപത്യത്തിന് മരണമണി മുഴങ്ങിക്കൊണ്ട് ലോകരാജ്യങ്ങൾ തങ്ങളുടെ വ്യാപാരങ്ങൾക്കും വിദേശ നാണ്യ ശേഖരത്തിനുമായി ബദൽ മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രക്രിയയെ സാമ്പത്തിക വിദഗ്ധർ ഡി ഡോളറൈസേഷൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട ബ്രെട്ടൻ വുഡ്സ് സംവിധാനത്തിലൂടെയാണ് ഡോളർ ലോകത്തിന്റെ കരുത്തുറ്റ കറൻസി ആയിട്ട് മാറുന്നത്. എന്നാൽ ഇന്ന് ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഡോളറിന്റെ സിംഹാസനം ഇളക്കിയിരിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സാമ്പത്തിക ഉപരോധങ്ങളും ഡോളറിന്റെ ആയുധവൽക്കരണവും അമേരിക്ക തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഡോളറിനെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്നു എന്ന തിരിച്ചറിവാണ് പല രാജ്യങ്ങളെയും ഇതിൽ നിന്ന് ഇപ്പോൾ അകറ്റിക്കൊണ്ടിരിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യയുടെ ഡോളർ ശേഖരം മരവിപ്പിച്ച അമേരിക്കൻ നടപടി മറ്റു രാജ്യങ്ങളിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. തങ്ങളുടെ സമ്പാദ്യം ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കയ്ക്ക് തടഞ്ഞു വെക്കാമെന്ന ഭീതി ചൈന, ഇറാൻ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെ സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകമാണ്.
ബ്രിക്സ് രാജ്യങ്ങളുടെ മുന്നേറ്റമാണ് അടുത്തത്. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളായ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവർ ചേർന്ന് ഒരു പുതിയ കറൻസി രൂപീകരണത്തെക്കുറിച്ച് ഗൗരവകരമായിട്ട് ആലോചിക്കുന്നുണ്ട്. ലോക ജനസംഖ്യയുടെയും ആഗോള GDP-യുടെയും വലിയൊരു ഭാഗം കൈകാര്യം ചെയ്യുന്ന ഈ രാജ്യങ്ങൾ ഡോളറിനെ ഒഴിവാക്കിയാൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏൽക്കുന്ന വലിയ പ്രഹരം തന്നെയാകും. പ്രാദേശിക കറൻസികളിലെ വ്യാപാരവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയും UAE-യും തമ്മിലുള്ള എണ്ണ വ്യാപാരം രൂപയിൽ നടത്താൻ തീരുമാനിച്ചതും ചൈനയും സൗദി അറേബ്യയും തമ്മിൽ യുവാൻ ഉപയോഗിച്ച് ഇടപാടുകൾ തുടങ്ങിയതും ഡോളറിന്റെ ആധിപത്യം തകരുന്നതിന്റെ ലക്ഷണങ്ങളാണ്. പെട്രോ ഡോളർ എന്ന സങ്കല്പം തന്നെ ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇന്ന് 18-ലധികം രാജ്യങ്ങളുമായി രൂപയിൽ വ്യാപാരം നടത്താനുള്ള വോസ്ട്രോ അക്കൗണ്ടുകൾ തുറന്നു കഴിഞ്ഞിട്ടുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡിജിറ്റൽ കറൻസികളുടെ ഉദയം തന്നെയാണ്. സെൻട്രൽ ബാങ്കുകൾ പുറത്തിറക്കുന്ന ഡിജിറ്റൽ കറൻസികൾ അന്താരാഷ്ട്ര പണമിടപാടുകൾ കൂടുതൽ വേഗത്തിലാക്കുകയും ലളിതമാക്കുകയും ചെയ്യുന്നുണ്ട്. സ്വിഫ്റ്റ് പോലുള്ള അമേരിക്കൻ നിയന്ത്രിത പേയ്മെന്റ് സംവിധാനങ്ങളെ ആശ്രയിക്കാതെ തന്നെ ഇടപാടുകൾ നടത്താൻ ഇത് സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ ലോകം ഒരു മൾട്ടിപോളാർ സാമ്പത്തിക ക്രമത്തിലേക്ക് നീങ്ങുകയാണ്. ഡോളർ പൂർണ്ണമായും അപ്രത്യക്ഷമാകില്ല എങ്കിലും അതിന്റെ സർവാധിപത്യം അവസാനിക്കുകയും ലോകം വിവിധ കറൻസികളെ തുല്യമായി പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഡോളറിന്റെ ഈ തകർച്ച അമേരിക്കയുടെ ആഗോള സ്വാധീനത്തെയും അതുപോലെ തന്നെ സൈനിക കരുത്തിനെയും പോലും ബാധിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ഡോളറിന്റെ ആഗോള ആധിപത്യത്തിന് പിന്നിലെ ചരിത്രവും കാരണങ്ങളും പരിശോധിച്ചാൽ അത് വെറും ഒരു കറൻസി എന്നതിലുപരി ലോകക്രമത്തെ നിയന്ത്രിക്കാൻ അമേരിക്ക രൂപപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകരാജ്യങ്ങളെല്ലാം സാമ്പത്തിക തകർച്ചയിലായപ്പോൾ കൈവശം വൻതോതിൽ സ്വർണശേഖരം ഉണ്ടായിരുന്ന അമേരിക്കയാണ് ബ്രെട്ടൻ വുഡ്സ് കരാറിലൂടെ ഡോളറിനെ ലോകത്തിന്റെ പൊതു കറൻസിയായി പ്രതിഷ്ഠിച്ചത്. അക്കാലത്ത് ഡോളറിന്റെ മൂല്യം സ്വർണവുമായി ബന്ധിപ്പിക്കുകയും മറ്റ് രാജ്യങ്ങളുടെ കറൻസികൾ ഡോളറുമായിട്ട് ബന്ധിപ്പിക്കുകയും ചെയ്തതോടെ ലോകം മുഴുവൻ അമേരിക്കൻ നാണയത്തിന്റെ പിന്നാലെയായി തുടങ്ങി. പിന്നീട് 1970-കളിൽ സൗദി അറേബ്യയുമായിട്ട് അമേരിക്ക ഉണ്ടാക്കിയ പെട്രോ ഡോളർ കരാറാണ് ഈ ആധിപത്യം ഊട്ടിയുറപ്പിക്കുന്നത്. ലോകത്തിലെ ഏത് രാജ്യം എണ്ണ വാങ്ങണമെങ്കിലും ഡോളറിൽ പണം അടയ്ക്കണം എന്ന സാഹചര്യം വന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ഡോളർ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി മാറി. ഇതോടെ ഓരോ രാജ്യവും തങ്ങളുടെ കരുതൽ ശേഖരമായി ഡോളർ സൂക്ഷിക്കാൻ നിർബന്ധിതരായി. അമേരിക്കയുടെ സൈനിക കരുത്തും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ എന്ന പദവിയും നിക്ഷേപകർക്ക് ഡോളറിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു. കൂടാതെ സ്വിഫ്റ്റ് പോലുള്ള ആഗോള പണമിടപാട് സംവിധാനങ്ങളിൽ അമേരിക്ക പുലർത്തുന്ന നിയന്ത്രണം ഡോളറിനെ ലോകത്തിന്റെ ഏകപക്ഷീയമായ കരുത്തനാക്കി മാറ്റുകയാണ്. എന്നാൽ ഇന്ന് ഈ അപ്രമാദിത്വത്തിന് ഇളക്കം തട്ടി തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്ക തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഡോളറിനെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു എന്ന തിരിച്ചറിവാണ് മറ്റ് രാജ്യങ്ങളെ ഇതിൽ നിന്ന് അകറ്റുന്നത് എന്ന് പറഞ്ഞല്ലോ. റഷ്യയ്ക്കും ഇറാനും മേലെ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങളും അവരെ ഡോളർ ശൃംഖലയിൽ നിന്ന് പുറത്താക്കിയതും മറ്റ് രാജ്യങ്ങളിൽ വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതോടെ ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകൾ ബദൽ കറൻസികൾക്കായി ശ്രമിക്കുകയും ചെയ്യുന്നത് ഡോളറിന്റെ ഈ ദീർഘകാല സിംഹാസനം തകരുന്നതിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. ഡോളറിന് പകരമായി ഒരു ഏകീകൃത ആഗോള കറൻസി എന്ന ആശയം ഇന്ന് എന്നത്തെക്കാളും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നിലവിൽ ഇതിനുള്ള ഏറ്റവും വലിയ സാധ്യത നിലനിൽക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിലുമാണ്. ലോക ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന ഈ രാജ്യങ്ങൾ സ്വന്തമായി ഒരു കറൻസി രൂപീകരിച്ചാൽ അത് അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ഡോളറിന് പകരക്കാരനാകാൻ ശേഷിയുള്ള ഒന്നായി മാറും. സ്വർണമോ മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളോ അടിത്തറയാക്കി ഇത്തരം ഒരു കറൻസി കൊണ്ടുവരുന്നതിലൂടെ അമേരിക്കൻ സാമ്പത്തിക നയങ്ങളുടെ ആഘാതത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ ലോകം ഏകധ്രുവ സാമ്പത്തിക ക്രമത്തിൽ നിന്ന് ബഹുധ്രുവ ക്രമത്തിലേക്ക് മാറുകയും ഡോളറിന്റെ അപ്രമാദിത്വം പിന്നീട് ചരിത്രമായി മാറുകയും ചെയ്യും. മറ്റൊരു പ്രധാന സാധ്യത ഡിജിറ്റൽ കറൻസികൾ തന്നെയാണ്. രാജ്യങ്ങൾ തങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ വഴി പുറത്തിറക്കുന്ന ഡിജിറ്റൽ നാണയങ്ങൾ ഉപയോഗിച്ച് നേരിട്ട് ഇടപാടുകൾ നടത്തുമ്പോൾ ഇടനിലക്കാരനായി ഡോളർ ആവശ്യമില്ലാത്ത സാഹചര്യം വരുന്നുണ്ട്. ഇത് പണമിടപാടുകൾ കൂടുതലും വേഗത്തിലാക്കാനും ചിലവ് കുറയ്ക്കാനും സഹായിക്കും. ചൈന ഇതിനോടകം തന്നെ ഡിജിറ്റൽ യുവാൻ വ്യാപകമാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട്. കൂടാതെ IMF പുറത്തിറക്കുന്ന SDR എന്ന ആസ്തിയുടെ പരിധി ഉയർത്തിക്കൊണ്ട് അതിനെ ഒരു ആഗോള നാണയമായി മാറ്റാനുള്ള നിർദ്ദേശങ്ങളും ഇപ്പോൾ സജീവമാണ്. എങ്കിലും ഒരു പുതിയ ആഗോള കറൻസി നിലവിൽ വരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും താല്പര്യങ്ങളും വ്യത്യസ്തമായതിനാൽ ഒരു പൊതു കറൻസിയിൽ ധാരണയിലെത്താൻ വലിയ രാഷ്ട്രീയ ഇച്ഛാശക്തി ഇവിടെ ആവശ്യവുമാണ്.
യൂറോപ്യൻ യൂണിയൻ യൂറോ കൊണ്ടുവന്നപ്പോൾ നേരിട്ട പ്രതിസന്ധികൾ ഇതിന്റെ ഉദാഹരണമാണ്. എന്നിരുന്നാലും ഡോളറിനെ ആയുധമാക്കുന്ന അമേരിക്കൻ രീതിക്കെതിരെ ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള പ്രതിഷേധം വർദ്ധിക്കുന്നത് കൊണ്ട് ഭാവിയിൽ ഡോളർ ഇതര വ്യാപാരങ്ങൾ വർദ്ധിക്കുകയും പല കറൻസികൾക്ക് തുല്യ പ്രാധാന്യം ലഭിക്കുന്ന ഒരു സാഹചര്യം സംജാതമാവുകയും ചെയ്യും. എന്തായാലും അധിക നാൾ ഡോളറിന് വാഴ്ചയുണ്ടാകില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഇനി ലോകത്ത് നടക്കാനുള്ളത് എന്ന് ഇനി വരും ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക, അല്ലെ? അപ്പോൾ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഡിസംബർ 31 വരെയാണ് നമുക്ക് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. അതായത് ഇനി 8 ദിവസം കൂടി മാത്രം. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി.